അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നെയ്യപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പലരും പല മെത്തേഡിലും നെയ്യപ്പം തയ്യാറാക്കുന്നവരായിരിക്കും. അങ്ങനെ പല മെത്തേഡിലും തയ്യാറാക്കി സക്സസ് ആവുന്നവരും ഫ്ലോപ്പ് ആവുന്നവരും ഉണ്ടാവും. ഈ ഒരു മെത്തേഡിൽ നെയ്യപ്പം തയ്യാറാക്കുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല. ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അതുപോലെ തന്നെ പൊങ്ങി വരുന്നത് കണ്ടില്ലേ? ഉൾഭാഗം വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ പൊന്തി വരില്ല, അവിടെ പാട് തന്നെ വീണ് കുഴിഞ്ഞിരിക്കും. ഇത് ഉൾഭാഗമൊക്കെ നല്ലോണം വെന്തത് കൊണ്ടാണ് പൊന്തി വരുന്നത്. റെസിപ്പിയിലേക്ക് പോകാം. പച്ചരി നന്നായി കഴുകിയതിന് ശേഷം 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. അതിന് ശേഷം വെള്ളമൊക്കെ വാലാൻ വെച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തത് 1 നാഴി പച്ചരിയാണ്. നാഴിയുടെ കണക്കാണ് എടുത്തിട്ടുള്ളത്. 1 നാഴി പച്ചരിയാണ്. നാഴിയുടെ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. 2-3 ഏലക്കായ തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കാം. വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്, അത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഉള്ളത് കൊണ്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്ന സമയം നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ശർക്കര എടുക്കാം. ഞാനിവിടെ ഈ വലിപ്പത്തിലുള്ള 4.5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ശർക്കര ഒന്ന് മെൽറ്റാക്കാനായിട്ട് വെക്കാം. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ മധുരമുണ്ട്. ഇത്ര വേണ്ട എന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സോട് കൂടിയാണ് അരച്ചെടുക്കേണ്ടത്. കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത്. കാരണം നമുക്ക് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്. ഇപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു അരിപ്പ വെച്ച് ഒഴിച്ച് കൊടുക്കാം. ശർക്കരയിൽ കല്ലുണ്ടാവും. അരിപ്പയിലൂടെ തന്നെ അരിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അത് മറക്കരുത്. ബാറ്റർ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചൂടോടുകൂടി തന്നെ അരിപ്പയിലൂടെ അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ ചേർത്തത് കൊണ്ട് നന്നായിട്ട് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കണ്ട് നല്ലോണം ഇളക്കി അത് യോജിപ്പിച്ച് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് കട്ടയൊന്നും ഇല്ലാതെ ആക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ്. ഇതൊന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. മൈദപ്പൊടിക്ക് പകരം അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാത്തൊരു ബാറ്ററാക്കി എടുക്കണം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഈ ഒരു തിക്നെസ് കിട്ടാൻ എത്ര കണ്ട് പൊടി ചേർക്കണം അത്ര ചേർക്കേണ്ടി വരും. ഞാൻ അളവ് കണക്ക് പറയുന്നില്ല. നമ്മൾ എടുക്കുന്ന പച്ചരിയുടെയും അതുപോലെ ശർക്കരപ്പാനിയുടെയൊക്കെ അളവിനനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ ഈ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര പൊടി ചേർക്കണം അത്ര ചേർക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1-2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1-1.5 ടീസ്പൂണോ എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പാത്രത്തിൽ 2-3 ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ബാറ്റർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഒരു തവി ബാറ്റർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടാകാതെ ഒരിക്കലും ബാറ്റർ ഒഴിച്ച് കൊടുക്കരുത്. ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും കുക്ക് ചെയ്തെടുക്കരുത്. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ പുറം ഭാഗം പെട്ടെന്ന് ഫ്രൈ ആയി വരും, പക്ഷേ ഉൾഭാഗം വന്നിട്ടും ഉണ്ടാവില്ല. ഉൾഭാഗം കുക്കായി വരണമെങ്കിൽ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇതിൻ്റെ സോഫ്റ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലത്തെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. ഉൾഭാഗമൊക്കെ കുക്ക് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം.
ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് വെച്ച് നിങ്ങൾ നെയ്യപ്പം തയ്യാറാക്കി നോക്കൂ, ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല. ശർക്കരപ്പാനി ചേർത്ത് അരി അരക്കുന്നവരുണ്ടാവും, അതിലേറെയൊക്കെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇത്. ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കൂ. ശർക്കരപ്പാനി ചേർത്ത് അരച്ചെടുക്കുമ്പോൾ അരച്ചെടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്നതാണ്, പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല. അതുപോലെ തന്നെ മിക്സി നന്നായിട്ട് ചൂടാവും, പെട്ടെന്ന് ചൂടായിട്ട് വരും ശർക്കരപ്പാനി ചേർത്ത് അരച്ചെടുക്കുമ്പോൾ. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഓരോന്നും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു നെയ്യപ്പം ഫ്രൈ ചെയ്ത് കോരിയതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം അടുത്ത തവി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണ്. ഇതിപ്പോൾ നല്ല ഡാർക്ക് കളറിലുള്ള നെയ്യപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ, ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം. ശർക്കര കുറച്ച് കൂടുതൽ അളവ് ചേർത്തെടുത്തത് കൊണ്ടാണ് ഇതുപോലെ ഡാർക്ക് കളറിൽ കാണുന്നത്. ഇതിൻ്റെ ഉൾഭാഗം നോക്കൂ, നല്ലതുപോലെ ആരെടുത്തിട്ടുണ്ട്. വീഡിയോയിൽ ഇത് എത്രമാത്രം പെർഫെക്റ്റായി കാണുന്നുണ്ടെന്ന് അറിയില്ല. ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല ആരെടുത്തിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ്. ഞാൻ ഈ പറഞ്ഞ മെത്തേഡൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കണ്ടില്ലേ, നല്ല ആരെടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ്. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കി നോക്കാത്തവർ എന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫ്ലോപ്പായി പോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഫ്ലോപ്പ് ആവാതെ തന്നെ നല്ല പെർഫെക്റ്റോട് കൂടി നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ലതുപോലെ ആരെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഞാനിവിടെ ഇതിലേക്ക് മൈദപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ആട്ടപ്പൊടി ചേർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഗോതമ്പ് പൊടി അത് ചേർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആട്ടപ്പൊടി ചേർത്ത് ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ 3-4 നെയ്യപ്പം ഞാൻ ഇതുപോലെ ഉൾഭാഗമൊക്കെ കട്ട് ചെയ്ത് കാണിച്ചു തന്നു. ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കൂ. ഇത് ഇതുപോലെ പിടിച്ച് ഞെക്കിയിട്ടും പഴയ പോലെ ഷേപ്പിലേക്ക് തന്നെ വരുന്നത് കണ്ടില്ലേ. ഇത് നല്ലോണം വെന്തത് കൊണ്ടാണ്. ഉൾഭാഗമൊക്കെ നല്ലോണം വെന്തിട്ടാണ്. ഉൾഭാഗം വെന്തിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ പാട് അവിടെ വീഴും, അവിടെ കുഴിയായിട്ട് തന്നെ നിൽക്കും. ഇതിപ്പോൾ ഉൾഭാഗം നല്ലോണം വെന്ത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് അതേ ഷേപ്പിലേക്ക് തന്നെ പ്രസ് ചെയ്തിട്ടും തിരിച്ച് അതേ ഷേപ്പിലേക്ക് തന്നെ കിട്ടുന്നത്. ഉൾഭാഗം വെന്തിട്ടില്ല എങ്കിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് പഴയ ഒരു ഷേപ്പിലേക്ക് തന്നെ തിരിച്ച് കിട്ടില്ല, അവിടെ കുഴിയായിട്ട് നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഡാർക്ക് കളറിലുള്ള നെയ്യപ്പാണിത്. ശർക്കര നല്ല ഡാർക്ക് കളറാണെങ്കിൽ ഈ ഒരു കളറിൽ കിട്ടും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. നല്ല തിക്കായിട്ടുള്ള ബാറ്ററും അതുപോലെ നല്ല ലൂസായിട്ടുള്ള ബാറ്ററും ആവാതെ അതിൻ്റെ രണ്ടിൻ്റെയും നടുക്കുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്ക് ഈ ബാറ്റർ വേണ്ടത്. അതായത് ആവശ്യത്തിന് തിക്നെസ്സും വേണം, ആവശ്യത്തിന് ലൂസും വേണം. ആ ഒരു പെർഫെക്ഷനിലുള്ള ബാറ്ററാണ് നമുക്കിതിന് വേണ്ടത്. രണ്ടാമത്തെ കാര്യം ഫ്ലെയിം അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഫ്ലെയിം അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റായിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ആ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.